സാമൂഹ്യ മാധ്യമത്തിലൂടെ യേശുക്രിസ്തുവിന്റെയും കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും വെളുത്ത രൂപങ്ങൾ തകർക്കണമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്ന ബ്ലാക്ക് ലീവ്സ് മാറ്റർ പ്രവർത്തകനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. അമേരിക്കയിൽ ജോർജ് ഫ്ലോയ്ഡിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അമേരിക്കൻ എഴുത്തുകാരനായ ഷോൺ കിങ് എന്നയാൾ വെള്ളക്കാരുടെ ആധിപത്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവർ ആദരിക്കുന്ന വിശുദ്ധ രൂപങ്ങൾ തകർക്കുവാൻ ട്വിറ്ററിലൂടെ ആഹ്വാനം ചെയ്തത്. വെളുത്ത നിറമുള്ള യേശുവിന്റെയും പരിശുദ്ധ അമ്മയുടെയും സുഹൃത്തുക്കളുടെയും ചുമർ ചിത്രങ്ങളും ജാലക ചിത്രങ്ങളും വെള്ളക്കാരുടെ ആധിപത്യത്തെയും വംശീയ അജണ്ടയെയും സൂചിപ്പിക്കുന്നുവെന്നും അവയെല്ലാം തകർക്കണമെന്നുമാണ് ഇയാൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 3 ട്വീറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിനോടകം നിരവധി പേര് ഇതിനെ വിമർശിച്ച് രംഗത്ത് വന്നുകഴിഞ്ഞു. യേശുവിനെയും കന്യകാമറിയത്തെയും അപ്പസ്തോലന്മാരെയും വിവിധ വർണ്ണങ്ങളിൽ കാലാകാലങ്ങളായി ചിത്രീകരിച്ചു വരുന്നുണ്ടെന്നും നമുക്ക് വിവിധ വർണ്ണങ്ങൾ നൽകിയ ദൈവം അതനുസരിച്ചല്ല നമുക്ക് ബുദ്ധിയും കഴിവും ധാർമ്മികതയും നൽകിയിരിക്കുന്നതെന്നും ഫാദർ ബിൽ മറുപടി നൽകിയപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ രാജ്യത്തെ പിടികൂടിയിരിക്കുന്ന സാത്താനികതയുടെ അടയാളങ്ങളാണെന്നാണ് മോൺസിഞ്ഞോർ സ്റ്റീഫൻ റോസി പറഞ്ഞത്. നല്ലതിനു വേണ്ടി ലോകത്തെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം പ്രചരിപ്പിക്കുകയാണ് വേണ്ടത്, വിദ്വേഷമല്ല എന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. കഴിഞ്ഞ ദിവസം സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാർക്കിലെ വിശുദ്ധ ജൂനിപ്പെറോയുടെ രൂപം അക്രമികൾ വികൃതമാക്കിയിരുന്നു. ജോർജ് ഫ്ലോയ്ഡിന്റെ മരണത്തിന്റെ മറവിൽ പ്രതിഷേധക്കാർ എന്ന രൂപേണ പലരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്.